ഇന്നസെന്റ് ജഗതി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന പാട്ടാണ് കാബുള്ളിവാല. അതില് ആ പാട്ട് ഇന്ന് എനിക്ക് അവർ രണ്ടുപേരും സ്കോർ ചെയ്തു. ഇമോഷൻ കോമഡിക്ക് കോമഡി. അതിലൊരു പ്രത്യേക തരം ആ ഒരു പാട്ട് എപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഒരു പാട്ടാണ്. ഈ മീശ മാധവനും നിഴൽക്കുത്ത് ഇതേപോലെ 2 സിനിമകൾക്കും 2002 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മീശ മാധവൻ ഒരു തരം പെർഫോമൻസ്, അതായത് 2 വെറൈറ്റി കോമഡി ക്യാരക്ടറാണ് അതിൽ മീശ മാധവന്റെ. പിള്ളാച്ചൻ ജഗതി ശ്രീകുമാറിനോട് നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റില്ല. അതിലും വേറെ രസമായിട്ട് വെച്ച കാര്യം നമ്മളിപ്പോ ജഗതി ചെയ്ത റോളുകൾ, ഒന്ന് ഫ്രണ്ട്സിലെ ലാസർ അളയപ്പൻ, ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ കിലുക്കത്തിലെ റോള്, ഇതൊക്കെ ശരിക്കും ആദ്യം ജഗതിയില്ല. കിലുക്കത്തിൽ ശരിക്കും ആ റോളൊന്നും ഇഷ്ടമായിട്ടന്ന് ശ്രീനിവാസൻ. കാരണം നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ പ്രിയദർശന്റെ സ്വന്തം ആൾക്കാരാണ് ശ്രീനിവാസൻ, പ്രിയദർശൻ മോഹൻലാൽ ശ്രീനിവാസൻ മോഹൻലാലിനെ പ്ലാൻ ചെയ്തു. ശ്രീനിവാസന്റെ ഡേറ്റിന്റെ ഇഷ്യൂ ആണോ എന്തോ കാരണങ്ങളോടാണ് ജഗതി വന്നത്. പക്ഷെ ജഗതി വന്ന് നമുക്ക് ജഗതി അല്ലാതെ ആരും സങ്കല്പിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഫ്രണ്ട്സ്. അന്ന് ഇന്നസെന്റ് ആയിരുന്നു, പക്ഷെ ഇന്നസെന്റ് അത് മാറിക്കഴിഞ്ഞപ്പോഴാണ് പകരം ജഗതി ശ്രീകുമാർ വന്നത്. ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ജഗതി വന്നു കഴിഞ്ഞപ്പോൾ ജഗതി അല്ലാതെ നമുക്ക് ആരെയും സങ്കല്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇതേപോലെ തന്നെ ജഗതി ചെയ്ത വേറെ റോളാണ് നമ്മുടെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളില്. അത് ഇതേപോലെ തന്നെ കമൽ അന്ന് ശ്രീനിവാസനെ പ്ലാൻ ചെയ്ത റോളാണ്. അത് ജഗതി വന്നു കഴിഞ്ഞപ്പോ ആ സീൻ എനിക്ക് ഉറപ്പാണ് അത് ജഗതി കഴിഞ്ഞിട്ടുള്ള മറ്റേ ഒരു സോപ്പ് തേച്ചിട്ട് അവസാനം സോപ്പ് ചെറിയൊരു കഷ്ണമാക്കിയിട്ട് ജയറാമിന് കൊടുക്കണം. അത് സ്ക്രിപ്റ്റിൽ എന്തോ ഒരു വരി എന്തോ എഴുതി വെച്ചിട്ടുള്ളൂ. ജഗതി അത് കൊണ്ടുവന്ന് ഈ പറയുന്ന പോലെ കയ്യിൽ നിന്ന് ഇടുക എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് ഈ പറഞ്ഞ പോലെ ജഗതിക്ക് മാത്രമുള്ള മറ്റേ ആനച്ചന്തത്തില് മറ്റേ പശുവിനെ നക്കുന്നതോ, ഇതേപോലെ നമ്മുടെ കിലുക്കത്തില് തുപ്പിയിട്ട് ഗ്ലാസ് തുടയ്ക്കുന്നത്, കുറെ സിനിമകളുണ്ട് നമ്മൾ അങ്ങനെ എടുത്തു.